നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേക PSC ചോദ്യോത്തര സീരീസിലെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ എപ്പിസോഡുകളിൽ മലപ്പുറം വരെയുള്ള ജില്ലകളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചരിത്രത്തിന്റെയും മിഠായിത്തെരുവിന്റെയും മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനവുമായ കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ്. PSC, SSC തുടങ്ങിയ പരീക്ഷകളിൽ കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം പതിവ് പോലെ 50ാമത്തെ ചോദ്യം നിങ്ങൾക്കുത്തരം പറയാനായുള്ളതാണ്. അതിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. അപ്പോൾ വൈകാതെ തന്നെ കോഴിക്കോട് ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. കോഴിക്കോട് ജില്ല നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1957 ജനുവരി 1. കേരള സംസ്ഥാനം രൂപീകരിച്ചതിനുശേഷം നിലവിൽ വന്ന ആദ്യ ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. 2. സാമൂതിരിമാരുടെ തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന ചരിത്രപ്രസിദ്ധമായ നഗരം ഏതാണ്? ഉത്തരം കോഴിക്കോട്. സാമൂതിരി രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ പ്രമുഖ വാണിജ്യ കേന്ദ്രമായി ഇത് വളർന്നു. 3. വാസ്കോ ഡു ഗാമ. ഇന്ത്യയിൽ ആദ്യമായി കപ്പലിറങ്ങിയ കാപ്പാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ക്രിസ്തുവർഷം 1498 മെയ് 20 വാസ്കോ ഡു ഗാമ കാപ്പാടിൽ കപ്പലിറങ്ങിയത്. 4. കോഴിക്കോട് ജില്ലയുടെ പഴയകാല വിദേശനാമങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താണ്? ഉത്തരം കാലിക്കറ്റ്. ഇവിടെ നിന്നും കയറ്റി അയച്ചിരുന്ന കോലിക്കോട്ട് തുണിത്തരങ്ങൾ കാലിക്കോ വഴിയാണ് ഈ പേര് വന്നത്. 5. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തകർ ഉണ്ടായതും മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം കോഴിക്കോട്. 6. കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദി ഏതാണ്? ഉത്തരം ചാലിയാർ, കുറ്റ്യാടിപ്പുഴ, കോരപ്പുഴ എന്നിവയാണ് പ്രധാന നദികൾ. 7. പ്രശസ്തമായ ബേപ്പൂർ കോട്ട, ബേപ്പൂർ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ഉരുനിർമ്മാണത്തിന് ലോകപ്രസിദ്ധമാണ് ബേപ്പൂർ. 8. കേരളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് വില്ലേജ് എന്ന പദവി ലഭിച്ച കോഴിക്കോട് ജില്ലയിലെ ഗ്രാമം ഏതാണ്? ഉത്തരം ചങ്ങരോത്ത്. 9. പ്രശസ്തമായ കോഴിക്കോട് ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ 2 ലാൻഡ്മാർക്കുകൾ ഏവ? ഉത്തരം കടലിലേക്ക് നീണ്ടുനിൽക്കുന്ന 2 കടൽപ്പാലങ്ങൾ, പിയർ. 10. കേരളത്തിൽ സാക്ഷരതാ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ ഗ്രന്ഥശാലാ സംഘം സ്ഥാപിച്ച PN പണിക്കർ ജനിച്ച നീലേശ്വരം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കുട്ടമ്പൂർ, പിന്നീട് മലപ്പുറം, പാലക്കാട് അതിർത്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മലബാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, PN പണിക്കർ ജനിച്ചത് നീലംപേരൂർ, ആലപ്പുഴയാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നായകനാണ്. 11. കോഴിക്കോട് ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 4 താലൂക്കുകൾ. കോഴിക്കോട്, താമരശ്ശേരി, കൊയിലാണ്ടി, വടകര എന്നിവയാണവ. 12. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണ്? ഉത്തരം കോഴിക്കോട് കോർപ്പറേഷൻ. 13. പ്രശസ്തമായ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. 14. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം പുല്ലൂറമ്പാറ, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ബ്ലോക്ക്. 15. കോഴിക്കോട്ടെ മിഠായിത്തെരുവ് SM സ്ട്രീറ്റ് എന്തിനുവേണ്ടിയാണ് ചരിത്രപരമായി അറിയപ്പെടുന്നത്? ഉത്തരം വിവിധതരം മധുരപലഹാരങ്ങൾക്കും പ്രത്യേകിച്ച് കോഴിക്കോടൻ ഹൽവ കച്ചവട സ്ഥാപനങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണിത്. 16. പ്രശസ്തമായ പഴശ്ശിരാജ മ്യൂസിയം ആൻഡ് ആർട്ട് ഗ്യാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. 17. കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള പ്ലാനറ്റേറിയം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട്, പ്രിൻസ് ഗേറ്റ് പ്ലാനറ്റേറിയം GD നായിഡു പ്ലാനറ്റേറിയം. 18. മലബാറിലെ പ്രശസ്തമായ കടലുണ്ടി പക്ഷിസങ്കേതം ഏത് ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട് - മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ പ്രധാന ഭാഗം കോഴിക്കോട് ജില്ലയിലാണ്. 19. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മലയോര വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഉത്തരം തുഷാരഗിരി വെള്ളച്ചാട്ടം ആൻഡ് കക്കാടംപൊയിൽ. 20. പ്രശസ്തമായ കോഴിക്കോട് ബീച്ച് ഫെസ്റ്റിവൽ അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം കോഴിക്കോട് മഹോത്സവം കേരള ബീച്ച് ഗെയിംസ്. 21. എഴുത്തുകാരനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ച കോഴിക്കോട്ടെ സ്ഥലം ഏതാണ്? ഉത്തരം ബേപ്പൂർ, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ഇവിടെയാണ്. 22.
മലയാളത്തിലെ ആദ്യത്തെ നോവലായ ഇന്ദുലേഖയുടെ കർത്താവായ ഒ ചന്തുമേനോൻ ജോലി ചെയ്തിരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കോഴിക്കോട്. സബ് ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 23. പ്രശസ്തമായ കടത്തനാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലെ ഏത് സ്ഥലമാണ്? ഉത്തരം വടകരയും പരിസര പ്രദേശങ്ങളും. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കാലം മുതൽ കളരിപ്പയറ്റിന് പേരുകേട്ട സ്ഥലം. 24. കേരളത്തിൽ ആദ്യമായി ഗാന്ധിജി സന്ദർശിച്ച മലബാർ പ്രദേശം ഏതാണ്? ഉത്തരം കോഴിക്കോട്. 1920-ൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. 25. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ തളിമഹാദേവ ക്ഷേത്രം ആരുടെ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു? ഉത്തരം സാമൂതിരി രാജാക്കന്മാരുടെ കാലത്ത് പരശുരാമൻ സ്ഥാപിച്ചതാണെന്ന് ഐതിഹ്യമുണ്ട്. 26. മലബാറിലെ ആദ്യകാല ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട കൊയിലാണ്ടി ജുമാ മസ്ജിദ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. 27. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരിക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ചങ്ങരോത്ത്, കോഴിക്കോട്. 28. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ നാടൻ കലാരൂപം ഏതാണ്? ഉത്തരം തെയ്യം, തിറ, കോൽക്കളി, ഒപ്പന എന്നിവ. 29. പ്രശസ്തമായ കടത്തനാടൻ കളരി സംഘം പ്രവർത്തിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം വടകര, കോഴിക്കോട്. 30. സാമൂതിരിമാരുടെ നാവികസേനാ മേധാവികളായിരുന്ന കുഞ്ഞാലിമരക്കാർമാരുടെ സ്മാരകം കുഞ്ഞാലിമരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടക്കൽ, ഇരിങ്ങൽ, വടകരയ്ക്ക് സമീപം, കോഴിക്കോട് ജില്ല. 31. കോഴിക്കോട് ജില്ലയിലൂടെ കടന്നുപോകുന്ന പ്രധാന ദേശീയപാതകൾ ഏവ? ഉത്തരം NH 66, പഴയ NH 17 ആൻഡ് NH 766, വയനാട് റോഡ്. 32. പ്രശസ്തമായ ഗോവിന്ദപുരം അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കോഴിക്കോട് നഗരത്തിന് സമീപം. കേരളത്തിലെ ഏറ്റവും പഴയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണിത്. 33. കോഴിക്കോട് ജില്ലയിലെ പ്രധാന മലനിരയായ വട്ടക്കല്ല് മല അല്ലെങ്കിൽ അമ്പായത്തോട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം താമരശ്ശേരി ചുരത്തിന് സമീപമുള്ള മലയോര മേഖല. 34. മലബാറിലെ പ്രശസ്തമായ താമരശ്ശേരി ചുരത്തിൽ എത്ര ഹെയർപിൻ വളവുകൾ, ഹെയർപിൻ ബെൻഡ്സ് ഉണ്ട്? ഉത്തരം 9 ഹെയർപിൻ വളവുകൾ. 35. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയായ കോഴിക്കോട് പ്രസ് ക്ലബ്ബ് ഏത് നദിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കല്ലായി പുഴയുടെ തീരത്ത്. 36. ലോകപ്രസിദ്ധമായ കല്ലായി മരച്ചീത്തൽ കേന്ദ്രം കല്ലായി ടിമ്പർ യാർഡ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടി വ്യാപാര കേന്ദ്രമായിരുന്നു കല്ലായി. 37. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ സരോവരം ബയോ പാർക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കണ്ടൽക്കാടുകളുടെ സംരക്ഷണവും നഗരഹൃദയത്തിലെ ആവാസവ്യവസ്ഥയും. 38. പ്രശസ്തമായ മാനാഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട് നഗരത്തിന്റെ മധ്യത്തിൽ. സാമൂതിരിമാരുടെ കാലത്തെ കുടിവെള്ള സ്രോതസ്സായിരുന്നു മാനാഞ്ചിറ. 39. കേരളത്തിൽ ആദ്യമായി ഫുട്ബോൾ അക്കാദമി ആരംഭിച്ച ജില്ലകളിൽ പ്രമുഖമായത് ഏതാണ്? ഉത്തരം കോഴിക്കോട്. കോർപ്പറേഷൻ സ്റ്റേഡിയം ഫുട്ബോളിന് പേരുകേട്ടതാണ്. 40. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ പൂനൂർ പുഴ ഏത് നദിയുടെ പോഷകനദിയാണ്? ഉത്തരം കോരപ്പുഴയുടെ പോഷകനദി. 41. മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലബാറിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രം ഏതാണ്? ഉത്തരം കോഴിക്കോട്. 42. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കേന്ദ്ര സ്ഥാപനമായ IISR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? ഉത്തരം ചെറുവണ്ണൂർ ബൈ പെരുവണ്ണാമൂഴി, കോഴിക്കോട്. 43. കേരളത്തിൽ ആദ്യമായി പേപ്പർലെസ് ഓഫീസ് സംവിധാനം നടപ്പിലാക്കിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. 44. പ്രശസ്തമായ കടത്തനാടൻ അംഗം എന്ന സിനിമയും നാടോടികഥകളും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വടകര മേഖലയിലെ കളരിപ്പയറ്റ് സംസ്കാരവുമായി. 45. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ കടിയങ്ങാട് അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം കുറ്റ്യാടിപ്പുഴ. 46. പ്രശസ്ത കവിയായ എടശ്ശേരി ഗോവിന്ദൻ നായർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കോഴിക്കോട് ജില്ലയിലെ പ്രദേശമേതാണ്? ഉത്തരം വടകര ബൈ കോഴിക്കോട് നഗരം. 47. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ ബേപ്പൂർ ഉരു നിർമ്മാണത്തിന് ഏത് മരമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഉത്തരം തേക്ക്, ടീക്ക് വുഡ്. 48. കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാന നഗരം ഏതാണ്? ഉത്തരം
കോഴിക്കോട് നഗരം തന്നെ. 49. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ജില്ലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കോഴിക്കോട്. 50. 50-ാമത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളതാണ്. ചോദ്യം: വാസ്കോ ഡു ഗാമ 1498-ൽ കേരളത്തിൽ വന്നിറങ്ങിയ കാപ്പാട് കടപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൃത്യമായി അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ കോഴിക്കോട് ജില്ലയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 PSC ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചുകഴിഞ്ഞു. 50-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി എല്ലാവരും കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസിലെ അടുത്ത 12-ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു ജില്ലയുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. തുടർന്നും നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ അമർത്തുക. നന്ദി.